ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കൂ. ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള ഒരു പവർ ബാങ്ക് ആണിത്. 10,000 mAh ഒരു പവർ ബാങ്ക് ആയിരുന്നു. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊന്നും ഇതിൻ്റെ കേസ് വാങ്ങാനും വേറൊരു കേസ് വാങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി എല്ലാ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ വെബ്സൈറ്റും ഇപ്പോൾ അവർ സർവീസ് നിർത്തിയിട്ടുണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് ഞാൻ ഊരി അതിൽ എത്ര ബാറ്ററിയാണ് ഉള്ളത്, അല്ലെങ്കിൽ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് പവർ ബാങ്ക് ചാർജ് കയറാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പവർ ബാങ്കിന് ഇത്തരത്തിലൊരു പവർ ബാങ്ക് കംപ്ലൈൻ്റ് ആവാനുള്ളൊരു കാരണം. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്ത് ഏകദേശം 5 ബാറ്ററിയാണ് ഈ ഒരു 10,000 mAh പവർ ബാങ്ക് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഇൻസുലേഷനൊക്കെ നീക്കി ഞാൻ ഈ ഒരു പവർ ബാങ്കിലെ ബാറ്ററി റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് പുതിയൊരു കേസ് വാങ്ങണം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു സർവീസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കേസ് വാങ്ങി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് പവർ ബാങ്ക് റീയൂസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്ററി നല്ലതാണോ, ഈ ബാറ്ററി ചാർജ് ചെയ്തതിൽ എത്ര ശതമാനം, എത്ര വാട്ട്സ് ചാർജ് ഉണ്ട്, വോൾട്ട് ചാർജ് ഉണ്ട് എന്ത് ചെയ്യാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായി ഞാൻ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്യുകയാണിത്. ഇപ്പോൾ ഈ ഒരു പവർ ബാങ്ക് കേടാവുന്ന കാരണം ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡ് ചെറിയ ചെറിയ ചിപ്പുകളും അടങ്ങിയ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൽ ചെറിയ പ്രശ്നം, എന്തെങ്കിലും ഒരു സാധനം കട്ടായി പോവുകയാണെങ്കിൽ, ലൈന് കട്ടാവുകയാണെങ്കിൽ നമുക്ക് പാസേജ് ചെയ്യാൻ കഴിയത്തില്ല കറണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രശ്നം മൂലമാണ് ഈ ഒരു പവർ ബാങ്ക് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തു. നമുക്ക് ഈ ബാറ്ററി എത്ര വോൾട്ട് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചൂണ്ടുക, നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.